ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയൽവാസി നമുക്കൊരു ചക്കപ്പൂഞ്ചി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെ കറി വെക്കണമെന്നൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. എന്നാലും അവർ തന്നപ്പോൾ വാങ്ങിച്ചു ഉപ്പേരി വെക്കാലോ എന്ന് വിചാരിച്ച് സാറിൻ്റെ സഹായമൊന്നും ഇല്ലാതെ ഞാൻ വേഗം അത് എടുത്തുകൊണ്ട് വന്നിട്ട് ചെത്തി വൃത്തിയാക്കി വേഗം ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പം ഞാനിത് ആദ്യമായിട്ട് കാണുന്നതായതുകൊണ്ട് അന്ന് അവരൊരു പീസ് തന്നു പഴുത്തത്. പിന്നെ ഇങ്ങനത്തെയൊക്കെ ആദ്യമായിട്ട് കാണുന്നതായതുകൊണ്ട് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉപ്പേരി വെക്കാലോ എന്ന് ഓർത്തുകൊണ്ട് ഞാനത് മുറിക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല വലിപ്പമുള്ള കറുത്ത കട്ടിയുള്ള കുരു കിട്ടും. അതുകൊണ്ട് മുറിച്ചെടുക്കാനും ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ പരാജയപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സാമെല്ലാം ഓടി വന്നു കേട്ടോ. എന്നിട്ട് സാവെല്ലാം കൂടെ അരിഞ്ഞും പെറുക്കിയൊക്കെ തരുന്നുണ്ട്. പക്ഷെ ഭയങ്കര റിസ്ക് ആയിരുന്നു അതൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിലത്തെ ആ കുരു ഉള്ളത് കൊണ്ട് അതങ്ങനെ ഒരേ സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടു പോയേ. നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചക്കപ്പൂഞ്ചി എങ്ങനെയാണ് കറി വെക്കുന്നത് എന്നുള്ളത് അറിയുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അവർ ഇനിയും വേണോ എന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷെ കറി വെക്കാൻ അറിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഉപ്പേരി വെക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തത് കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കലാണ്. പക്ഷെ സത്യമായിട്ടും ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയാൻ മേലായിട്ടോ കേട്ടോ. നല്ല പോലെ ഒരു ഉരപ്പി എടുത്തോണ്ട് വന്നിട്ട് ഉരച്ച് നോക്കി, മിക്സിക്കുള്ളിലിട്ട് അടിച്ചു നോക്കി, കയ്യിൽ കൊത്തി അരിയാൻ നോക്കി, എല്ലാ രീതിക്ക് ഫെയിലായി പോവുകയാണ്. അങ്ങനെ ഒരു തരത്തിൽ ഇരുന്നും കിടന്നും മാറിഞ്ഞും ഒക്കെ കൂടെ അത് ഉരച്ച് പെറുക്കി എടുത്തു കേട്ടോ. എടുത്തിട്ട് അത് ഉപ്പേരിയൊക്കെ വെച്ചിട്ട് കൂട്ടി നോക്കിയാൽ, പക്ഷേ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വെച്ചത് ഫെയിലായി പോയിട്ടാണോ അല്ലെങ്കിൽ ചക്കപ്പൂഞ്ചി ഗുണമില്ലാതെ ആയി പോയിട്ടാണോ എന്താ സംഭവം എന്നറിയത്തില്ല. എന്തായാലും അതിന് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. എന്നാൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഉപ്പേരി വെച്ച് കൂട്ടാലോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടമാക്കുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സപ്പോർട്ടൊന്നും ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സഹായിക്കുകയും ചെയ്യണേ. അറിയുന്നവർ മറന്നു പോകാതെ ഇതൊന്ന് പറഞ്ഞു തരണേ. അത്രയും ഫെയിലായി പോയ ഒരു ഉപ്പേരി ആയി പോയിട്ടോ. അല്ലാതെ നമ്മൾ ചക്കക്കുട്ടനെയൊക്കെ ഉപ്പേരി വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആകാറുണ്ട്. ഇതെന്തോ കുഴഞ്ഞ് അലിഞ്ഞു പോയ പോലെ ആയിപ്പോയേ.